വൈ. അത് തന്നെയാ ഞാനും പറയുന്നത്. വൈ, താഴെ വൈ. എന്റെ പട്ടി ആരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആരും തൊടുന്ന ഇഷ്ടമല്ല? ആരും തൊടുന്ന ഇഷ്ടമല്ല. ഞാൻ തൊടുന്ന ഇഷ്ടമല്ല. അല്ല. അപ്പൊ എന്നെക്കാൾ ഇഷ്ടപ്പെട്ടിയാണോ? അതെ. എൽസ കൂടി വന്നിരിക്കും. ഞാൻ പിന്നീടുണ്ടോളാം. അതെന്താ എൽസ ഈടെ എന്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നില്ല? നമ്മുടെ മധുവിധമൊക്കെ കഴിഞ്ഞില്ലേ? മരണം വരെ കഴിയില്ല. അകത്ത് ചെന്ന് ചോറ് വിളമ്പിക്കൊണ്ടുപോവാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഞാൻ പിന്നീടുണ്ടോളാം. അത് പറ്റില്ല, ഞാൻ തന്നെ പോയിക്കൊണ്ടുവരാം. അപ്പൊ ഇടുന്നേ. നമ്മൾ തമ്മിൽ എന്തിനാ ഒളിവുമാറും? ചെലവ് ചുരുക്കം. I'm sorry. ശ്വാസം വിടൂ, വലിച്ചു വിടൂ. പിത്തത്തിന്റെ ലക്ഷണമുണ്ട്. ശ്വാസം വിടുമ്പോ കുഴപ്പം വല്ലതും ഉണ്ടോ? നമുക്കൊരു 10-20 ഇഞ്ചക്ഷൻ അടിച്ചളയാം. മാന്തല്ലേ, മാമനെ മാന്തല്ലേ, ഡോക്ടർ മാമനെ മാന്തല്ലേ. ആ കസേരയിൽ വെക്കൂ. അതിന് ഞാനൊന്ന് കൊണ്ടുവിട്ടില്ലല്ലോ ഡോക്ടർ. പട്ടി. പറയരുത്. നിങ്ങളെയല്ല, പട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ കസേര വെക്കാൻ പറഞ്ഞതാണ്. അതിനെനിക്ക് പട്ടിയില്ല. പട്ടിയുള്ള ഒരാളെ പറ്റി പറയാനാണ് ഞാൻ വന്നത്. മർഡർ ആർത്തർ, അതായത് കൊലപാതകമാണോ മോശമാണോ? രണ്ടുമല്ല. എനിക്ക് ഡോക്ടറുടെ ഒരു സഹായം വേണം. Are you sure that you have come to the right place? You shut up here. ഒരു പെണ്ണിനെ അവളുടെ ബോയ് ഫ്രണ്ടിനേക്കാൾ, അതായത് കാമുകനേക്കാൾ സ്നേഹം അവളുടെ പട്ടിയോടാണ്. എന്താണ് അതിന്റെ മനഃശാസ്ത്രം? ഞാൻ കോംപ്രമൈസിന് തയ്യാറാണ്. അവക്ക് എന്നെയും പട്ടിയെയും തുല്യമായി സ്നേഹിച്ചുകൂടെ? ഇത് നിന്റെ കാര്യമല്ല, ജാനറ്റിന്റെയും പെഗ്ഗിയുടെയും ഫ്രെഡറിക് മാർച്ചിന്റെയും കാര്യമാണ്. ഒരു പട്ടി മതിയല്ലോ എന്ന് വിചാരിച്ചു കാണും. എന്ത് പറഞ്ഞു? ദേഷ്യപ്പെടരുത്. ഒരു പട്ടി മതിയല്ലോ എന്ന് വെച്ചാൽ ഒരു പട്ടി മതിയല്ലോ എന്നർത്ഥം. ഡോക്ടർ, എന്റെ ജാനറ്റിന്റെ പ്രേമം തിരിച്ചു കിട്ടാൻ എന്താണെന്ന് മാർഗമെന്നൊന്ന് പറയൂ. ആലോചിക്കേണ്ട കാര്യമാണ്. എനിക്ക് സ്വല്പം സമയം വേണം. ആ പട്ടി ഇവിടം വരെ ഒന്ന് കൊണ്ടുവരാമോ? എനിക്കൊന്ന് പരിശോധിക്കണം. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഇതിന് പട്ടിയെ പരിശോധിച്ച് എന്താ കാര്യം? പ്രോബ്ലം പട്ടിയുടേതല്ല, ജാനറ്റിൻ്റെതാ. കറക്റ്റ്. ചിലപ്പോ നീ ബുദ്ധിപൂർവ്വം സംസാരിക്കണം. ഡോക്ടർ, ഇക്കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കണം. വായിക്കണം. സഹായം. ഞാൻ ആരെയും സഹായിക്കുന്നതിനാണ്. ചോദിച്ചു നോക്കണം. അതെ, സഹായം. യു കൻ ബിലീവ് മീ. ഗോ. പെട്രോൾ തികയുമോ? പൈസ ഉണ്ടോ? നമുക്ക് ഈ ബൈക്ക് വിൽക്കാം, ബസ്സിൽ യാത്ര ചെയ്യാം. ഈ ബൈക്ക് എനിക്ക് എന്റെ അമ്മ വാങ്ങിച്ചു തന്നാണ്. അപ്പൊ പിന്നെ പൈസ അച്ഛൻ്റെതല്ലേ, അതുകൊണ്ട് ഇത് വിൽക്കാൻ അച്ഛന്റെ അനുവാദം വേണം. തന്നെയല്ല, നിന്നെ എന്റെ പുറകെ വെച്ചോണ്ട് യാത്ര ചെയ്യാനുള്ള കൊതി ഇന്നും എനിക്ക് തീർന്നില്ല. കൊതി തീരൂല, പൈസ തീരും. പൈസ എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഓർത്തെ. ഓക്കെ. അതിൽ നിന്നും അവളെ ഒന്ന് പിന്തിരിപ്പിക്കണമല്ലോ. എന്താ ഒരു മാർഗം? ആണ്ടി, എന്നെ ഒന്ന് സഹായിക്കണം. ആ പട്ടിയെ അങ്ങ് കൊല്ലണം. അയ്യോ, അതെങ്ങനെ? എലിവിഷം കൊടുക്കണം.
അതിനവൾ പട്ടിയെ കയ്യിൽ നിന്ന് താഴത്ത് വച്ചിട്ട് വേണ്ടേ? ഞാനൊരു മാർഗം പറഞ്ഞുതരാം. പട്ടിയെ നമ്മൾ ദേവസഹായം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. എന്നാൽ ദേവസഹായം സഹായിക്കും. എന്ത് പറഞ്ഞു കൊണ്ടുപോകും? മുമ്പ് പോലെ വിളിച്ചോണ്ട് പോണം. എടാ മടയാ, വടക്ക് നോക്കി യന്ത്രം എന്റെ ഇരിപ്പുണ്ട്. ഓരോരുടെ ചോറ് വെക്കണം, അതിനകത്ത് വടക്ക് നോക്കി യന്ത്രം വെക്കണം. അതിന്റെ പുറത്തൊരു കഷ്ണം മീൻ വെച്ച് പട്ടിക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അതങ്ങ് തിന്നും. ബാക്കി കാര്യം നീ നോക്കിച്ചോണം. അയ്യോ, ദേവസ്വം ഡോക്ടർ വയറ് കീറും, പട്ടിച്ചാവും. അയ്യോ, താങ്ക്സ് ഹാൻഡിക്കേറ്റ്. അയ്യോ, താങ്ക്സ്. നീ രാവിലെ പറഞ്ഞത് ശരിയാണ്. നമുക്ക് ആ മോട്ടോർ ബൈക്ക് വിറ്റുകളെ. രാജു രാവിലെ പറഞ്ഞാണ് ശരി. അത് വിൽക്കണ്ട. ഇല്ല, ഞാൻ വിൽക്കും. അതിനിപ്പോ നിന്റെ അനുവാദം വേണം. എന്റെ അനുവാദം വേണ്ട. ആമ്പാടി രാജശേഖരൻ തമ്പിയുടെ അനുവാദം വേണ്ടേ? ഞാനല്ലാതെ രാജുവിനുള്ളതെല്ലാം ആമ്പാടി രാജശേഖരൻ തമ്പിയുടേതല്ലേ? യെസ്, ഞാൻ അമ്പാടി രാജശേഖരൻ തമ്പിയുടെ മകനാണ്. പണക്കാരനായ അച്ഛന്റെ മകൻ. അത് മറിഞ്ഞിട്ടല്ലേ നീ എന്നെ പ്രേമിച്ചത്, എന്റെ ഭാര്യയായത്? ടിക്രൂസിന്റെ മകളായ എലിസബത്തെ. അതെ. അമ്പാടി അമ്പാടി എന്ന് മേലാൽ പറയരുത്. എന്താ, അദ്ദേഹത്തെ സ്നേഹിച്ചു തുടങ്ങിയോ? ഇല്ല. ഇല്ലേ? ഇല്ല. എന്നോടോ? രാജു, നമ്മളിപ്പോ എന്താ ചെയ്യുന്നറിയാമോ? നമ്മൾ വഴക്കുകൂടുകയാണ്. അതെയല്ലോ, നമ്മൾ എന്തിനാ വഴക്കുകൂടുന്നത്? രാജുവിന് ഉദ്യോഗവും ശമ്പളവും കിട്ടുന്നത് വരെ എന്റെ ശമ്പളം കൊണ്ട് നമ്മൾ സന്തോഷമായി ജീവിക്കും. എന്നിട്ട് അയ്യോ, ഇതിന് വയറ്റിൽ എന്തെങ്കിലും കിടന്ന് കുടുങ്ങുന്നുണ്ടല്ലോ. കൊള്ളാം. അങ്കിളിന്റെ വർക്ക്ഷോപ്പിൽ റിപ്പയറിന് കൊണ്ടുവന്ന അമ്പഴകൻ ചെട്ടിയാരുടെ ഇമ്പാലാക്കാരുടെ വടക്ക് നോക്കി യന്ത്രം ഈ പട്ടി വിഴുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്കിളിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഞാനും നോക്കട്ടെ. അയ്യോ, ഇതിപ്പോ എങ്ങനെ വെളിയിലെടുക്കും? പ്ലീസ് ഒന്ന് സഹായിക്കൂ ഫ്രെഡറിക്. നോ, വെറും ഫ്രെഡറിക് അല്ല, ഫ്രെഡറിക് മാർച്ച് എന്ന് വേണം എന്നെ വിളിക്കാൻ. മാർച്ച് മാസത്തിൽ എന്നെ പ്രസവിച്ചുകൊണ്ട് എല്ലാരും എന്നെ ഫ്രെഡറിക് മാർച്ച് എന്നാണ് വിളിക്കുന്നത്. എന്നാ ഫ്രെഡറിക് മാർച്ച് എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങനെ വാ. ഇന്നലെ വരെ എന്നെ പുച്ഛമായിരുന്നില്ലേ? ഇന്നിപ്പോ എന്റെ സഹായമാണല്ലേ? എന്നാ വേറെ സഹായം കൂടെ വേണം. അതെന്ത് സഹായം? ദേവസഹായം. കർത്താവിന്റെ സഹായമോ? അല്ല, ഡോക്ടർ ദേവസഹായം. അയ്യോ, ഇതൊന്നും വേണ്ട, ഇവിടെ ഇത് ഫ്രീ ആണ്. ഇത് രോഗിയെ ചികിത്സിക്കാനുള്ള ഫീസല്ല. പട്ടിയുടെ വയറ് കീറി വടക്ക് നോക്കി യന്ത്രം എടുക്കുമ്പോൾ ഡോക്ടറുടെ കൈ പിഴച്ചിരിക്കണം, പട്ടി ഫ്യൂസ് ആവണം. അതിനുള്ള ഫീസാണിത്. ഇത് ചെവി അറിയരുത്. അയ്യോ, നോ നോ, ഇത് മെഡിക്കൽ എഡ്യൂക്കേഷന് കുറ്റമാണ്, തെറ്റാണ്. അയ്യോ, എറ്റിക്കേറ്റ് അല്ലേ ഡോക്ടർ, എത്തിക്സ്. എന്ത് കുന്തമായിട്ട് ഞാൻ അത് ചെയ്യില്ല. ദിസ് ഇസ് എ മർഡർ. മിണ്ടിപ്പോവരുത്. ഞാൻ പറയുന്നവർ ചെയ്തില്ലെങ്കിൽ തന്നെ ഞാൻ കൊന്നുകളെ. ജീവന്റെ പ്രശ്നമാണ്. എന്റെ വിരോധി പട്ടിയെ നശിപ്പിക്കണം. എന്നിട്ട് എന്റെ ജാനറ്റിനെ തിരിച്ചെടുക്കണം. ജാനറ്റിന് വേണമെങ്കിൽ കത്തി താഴെ ഇടണം. എന്റെ ജാനറ്റിന് വേണ്ടി കത്തിയല്ല എന്ത് ഞാനിടും. But I warn you.
വെളിയിൽ നിന്നിരിക്കാൻ അകത്തിരിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ഒന്ന് ഇരിക്കാൻ. ഒന്ന് പിടിച്ചിരുത്തോ. Don't cry, my child. Don't cry. Oh my God, what have I done? Reference. Mommy, don't cry, my child. Mommy, my child. Oh, mommy. My child. Don't cry, my child. ഇതാണ് വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രം ചുറ്റും. സക്സസ്. എന്തിനാണ് ഈ മുതലേ കണ്ണീര്? ആലിപ്പഴം പൊഴിഞ്ഞു വീഴുന്ന പോലെ മനുഷ്യൻ ചത്തു വീഴുന്നത്, എന്നിട്ട് മോങ്ങലില്ല. പിന്നെ ആ ഒരു പട്ടിക്ക് ഇങ്ങനെ ചത്ത ചാവത്തെ കുത്തരുത്. ഞാൻ ചത്തവനെയും കുത്തും ചാകാത്തവനെയും കുത്തും. നിനക്കെന്താ കാര്യം? ഇതാണ് വടക്ക് നോക്കി യന്ത്രം. ഓപ്പറേഷൻ സക്സസ്ഫുൾ. ബട്ട് patient died. പട്ടി അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് വളർത്താം. ഞാൻ അടിക്കുന്ന ഈ കാറ്റൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഇതിലോട്ട് കയറുന്നില്ല. നിന്റെ ശരീരത്തിലോട്ടായിരുന്നു അത് കയറുന്നു. പിന്നെ എന്റെ ശരീരത്തിന്റെ കുറ്റവാ. വയസ്സുകാലത്തെ എന്റെ ശരീരമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു തുണയായിട്ട്. ആട്ടെ, ജാനറ്റും ഫെഡറിക്കും വരുമ്പോ എന്തോ കൊടുക്കും? കേക്കും ബ്ലാക്ക് കാപ്പി. നോ, ഡ്രിങ്ക്സ് കൊടുക്കും. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വൈനിരിപ്പുണ്ട്. ഫൈൻ. ബ്രദർ, ജാനറ്റും ഫെഡറിക്കും കൂടെ വരുന്നു. ഗുഡ്. നിങ്ങൾ ഈ കല്യാണ ഉടുപ്പൊന്നും അഴിച്ചു വെച്ചില്ലേ? ഞങ്ങള് ഫോട്ടോ സ്റ്റുഡിയോ വരെ ഒന്ന് പോയിരുന്നു. ഒരു കല്യാണ ഫോട്ടോ എടുക്കാൻ, വെഡിങ് ഫോട്ടോ. ഗുഡ്. യങ് കപ്പിൾ, ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. അറിയാമ അറിയാതമ്മ അവർക്ക് വൈൻ കൊടുക്കും. വരും. ആരാത്? ആരാണെന്ന്? കായംകുളം കൊച്ചുണ്ണിയുടെ മരുമകൻ. ദാ വരുന്നു. എന്തായി? ഇന്റർവ്യൂ കഴിഞ്ഞോ? പറയൂ. കഴിഞ്ഞു. എന്നിട്ട് രാജു IAS. I love you. I love you. I love you, darling. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ്. നീ ഒരു യജ്ഞം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇരിക്കണ്ട. ഡ്രസ് മാറിയിട്ട് കുളിച്ചിട്ട് വരൂ. കുളിച്ചിട്ട് ഡ്രസ് മാറാം. ഡ്രസ് മാറാതെയാണോ കുളിക്കുന്നത്? ഓ, കുളിക്കാനുള്ള ഡ്രസ് മാറ്റാം. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? ഈ ബാത്റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചിട്ടേ ഇല്ല.
എന്നാൽ ഇന്നു മുതൽ ഒറ്റയ്ക്ക് കുളിച്ച് ശീലമാക്കണം. എനിക്ക് അടുക്കളയിൽ അല്പം ജോലിയുണ്ട്. അപ്പോ ഊണ് കഴിക്കുന്ന മാത്രം ഒന്നിച്ച്. ഊണ് കഴിക്കുന്നത് തനിച്ചായാലും മതിയായിരുന്നു. ഇന്റർവ്യൂവിന്റെ വിശേഷങ്ങളെല്ലാം വിസ്തരിച്ച് പറയൂ. എനിക്കെല്ലാം കേൾക്കണം. പറയൂ. അതിന് ധാരാളം സമയമുണ്ടല്ലോ. പൊതുവെ എല്ലാം എനിക്ക് അനുകൂലമായിരുന്നു. എനിക്ക് വലിയ ഉത്കണ്ഠയായിരുന്നു. ഇപ്പോ എന്തൊരു ആനന്ദം. ഇന്നു മുതൽ നമുക്ക് നമ്മുടെ മധുവിധ തുടങ്ങിക്കളയാം. മധുവിധ കഴിഞ്ഞില്ലേ? അത് നിയന്ത്രണ വിധേയമായ മധുവിധമായിരുന്നല്ലോ. ശരി, നിയന്ത്രണം വിട്ട മധുവിധ തുടങ്ങിക്കളയാം. ട്രെയിനിങ്ങിന് പോകുന്നത് വരെ ഞാൻ ലീവ് എടുക്കാം. ഓക്കെ? ഓക്കെ. അപ്പോ ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന മുമ്പ് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകിയിരിക്കാം അല്ലേ? കഴിക്കാൻ എന്തുണ്ട്? അവിടെ ഒന്നുമില്ല. വിശക്കുന്നല്ലേ? കുളിച്ചിട്ട് വന്നാൽ ആഹാരം തരാം. പോയി കുളിച്ചിട്ട് വരൂ. മുമ്പൊക്കെ എന്റെ ഭാര്യ എന്റെ കൂടെ കുളിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട. ഒറ്റയ്ക്ക് അങ്ങ് കുളിച്ചാ മതി. കുളിച്ചിട്ട് വരാനാണ് പറഞ്ഞത്. കൊതിയെ. മേലെ പൂമല താഴെ തേനല കാറ്റേവാ പാലപ്പും കന്നിക്ക് പളങ്ക് കോക്കും നിലാവിൻ മഞ്ചലിൽ കാറ്റേവാ നിവാ നിവാ. മേലെ പൂമല താഴെ തേനല കാറ്റേവാ പാലപ്പും കന്നിക്ക് പളങ്ക് കോക്കും നിലാവിൻ മഞ്ചലിൽ കാറ്റേവാ നിവാ നിവാ. കണിപ്പൂചുടി കളിയോടം തുഴഞ്ഞു നീ അരികിൽ വാ. വെളിപ്പട്ടു വേണ്ടേ? താളമേളം വേണ്ടേ വേണ്ടേ സൂര്യകാന്തി മല താലിൽ വേണ്ടേ കണിപ്പൂച്ചുടി കളിയോടം തുഴഞ്ഞു നീ അരികിൽ വാ. വെള്ളിപ്പട്ടു വേണ്ടേ? താളമേളം വേണ്ടേ വേണ്ടേ സൂര്യകാന്തി മലത്താലി വേണ്ടേ? കൺമണി പാടു പാടു നീ ചിങ്ങക്കത്തെ നീവാ നീവാ നീവാ. മേലെ പൂമല താഴെ തേനല കാറ്റേവാ പാലപ്പും കന്നിക്ക് പളങ്ക് കോർക്കും നിലാവിൻ മഞ്ചലിൽ കാറ്റേവാ നിവാ നിവാ. മുടിപ്പിലി ചുടും കുളക്കാരന്റെ കിങ്ങിണി ചുരുളുമായ തലപ്പൊലി വേണ്ടേ? താലവൃന്ദം വേണ്ടേ വേണ്ടേ പൂവ് തേടി തേടി പാടും കഥേ മുടിപ്പീലി ചൂടും മുളം കാടിന്റെ കിങ്ങിണി കുഴലുമായി തലപ്പൊലി വേണ്ടേ? തലവൃന്ദം വേണ്ടേ വേണ്ടേ പൂവ് തേടി തേടി പാടും കഥേ കൺമണി പാടു പാടു നീ ചിങ്ങക്കത്തെ നീവാ നീവാ നീവാ. മേലെ പൂമല താഴെ തേനല കാറ്റേവാ പാല
നിലാവിൻ മഞ്ചലിൽ കാറ്റേവാ നിവാ നിവാ. അച്ഛനും എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? പിന്നെ എന്തിനാ? ചപ്പാത്തി ഇറച്ചി വാങ്ങിയിട്ടുണ്ടല്ലോ, അത് മതി. എന്നാൽ ചായ തിളപ്പിക്കട്ടെ? എനിക്ക് വേണ്ട. നിനക്ക് യാക്കം ഉണ്ടെങ്കിൽ തിളപ്പിച്ചോ. യാക്കും തുടങ്ങിയിട്ടില്ല. എങ്കിൽ തിളപ്പിക്കണ്ട. നാളെ കൂടെ എനിക്ക് അവധിയുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോയി അച്ഛനെ ഒന്ന് കാണണം. ആരുടെ അച്ഛൻ? ഞാനും അത് വിചാരിച്ചു. നമ്മുടെ ബന്ധം വൃത്തികെട്ടതല്ലായിരുന്നുവെന്ന് അച്ഛൻ ഇപ്പോഴെങ്കിലും ബോധ്യമാകട്ടെ. ഞാൻ അതല്ല പറഞ്ഞത്. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അച്ഛന്റെ അനുഗ്രഹം വാങ്ങണം. നീ കളക്ടറല്ല, ഗവർണർ ആയാലും എനിക്കൊരു ചുക്കുമില്ല. എന്താ ഇങ്ങനെ പറയുന്നത്? നീ മിണ്ടരുത്. എന്നെ മനഃപൂർവ്വം പരിഹസിക്കാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും കൂടി ഇവിടെ വന്നത്. നിനക്കറിയാമോ, തന്റെ ഒരു സഹായവും കൂടാതെ ഞാൻ ഡിഗ്രി എടുത്തു, IAS നേടി എന്ന അഹങ്കാരം കാണിക്കാൻ. നോക്ക് 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 നോക്ക്, അവളുടെ മുഖത്തുള്ള പരിഹാസം നോക്ക്. ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങേ ഒരു കാലത്തും പരിഹസിക്കില്ല. നിന്റെ ഈ സംസാരത്തിൽ തന്നെ ഉണ്ടല്ലോ പരിഹാസവും അഹങ്കാരവും, ഇല്ലേ? ലക്ഷപ്രഭുവായ ആമ്പാടി രാജശേഖരൻ തമ്പിയുടെ മകനെ കേവലം ഒരു ഒസ്താപ്പുകാരനായ ഡിക്രൂസിന്റെ മകൾ ടെലിഫോൺ ഓപ്പറേറ്റർ ഉദ്യോഗം നോക്കി പഠിപ്പിച്ച് IAS എന്നുള്ള അഹങ്കാരം. അച്ഛൻ ഓരോന്നും സങ്കല്പിക്കുകയാണ്. വെറുതെ അതും ഇതും പറഞ്ഞ് നിന്നോട് പിള്ളേരെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിനക്ക് അയച്ചു തന്ന പണം തിരിച്ചയച്ചു തന്ന നീ IAS കിട്ടിയ ഉടനെ നിന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നോടുള്ളൊരു വെല്ലുവിളിയല്ലേ, എന്നോടുള്ളൊരു പഴംകുറ്റല്ലേടാ. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. എന്റെ പണം പോലെ തന്നെ എന്റെ അനുഗ്രഹവും നിനക്ക് ആവശ്യമില്ല. നിന്റെ അമ്മയുടെ സ്വത്ത് അതെപ്പോ വേണമെങ്കിലും നിനക്ക് വന്ന് കണക്ക് പറഞ്ഞു വാങ്ങിക്കാം. പക്ഷെ ഒരു കാര്യം, എന്റെ മരണശയ്യയ്ക്കടുത്ത് പോലും നീയും നിന്റെ ഭാര്യയും വരാൻ പാടില്ല. രാജു, നിന്റെ അമ്മയുടെ സ്ഥാനമാണ് എനിക്കുള്ളത്. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്റെ അമ്മയാണ് അനുഗ്രഹിക്കുന്നതെന്ന് കരുതിക്കൊള്ളൂ. ഈശ്വരൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ. മാഡം, അങ്ങനെ വിളിക്കുന്നു.